സാധാരണയായിട്ട് ആളുകൾ ഈ പോർട്രേറ്റ് വരയ്ക്കുമ്പം ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഇടും. ഇങ്ങനെ ഡ്രോയിങ് കോളവും വരച്ച് അങ്ങനെ ഗ്രാഫ് ചെയ്തിട്ട് അതേ ചിത്രത്തിൻ്റെ സോഴ്സിലും അതേ അളവിലുള്ള ഗ്രാഫ് വരയ്ക്കും. എന്നിട്ട് എത്ര ഇരട്ടി വലിപ്പത്തിലാണോ ഒരു ചിത്രം വേണ്ടത് അതിൻ്റെ മൾട്ടിപ്പിൾ എടുത്ത ശേഷം അത് ഏത് ക്യാൻവാസിലാണോ വരയ്ക്കുന്നത് ആ ക്യാൻവാസിലേക്ക് ആ മൾട്ടിപ്പിൾ ഇരട്ടിയിലുള്ള ഗ്രാഫ് ഇട്ട ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ നോക്കി വരച്ചാണ് സാധാരണ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരാളുടെ മുഖം ലൈവായിട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ നോക്കി വരയ്ക്കുകയോ സിമ്പിളായിട്ട് പേനയൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിന്ന് ഇദ്ദേഹത്തെ ശ്രീ രവിശങ്കറിനെയാണ് വരച്ച് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും സ്പെസിഫിക് ആയിട്ട് വരയ്ക്കേണ്ട, അതായത് ഒരു പ്രത്യേകതയുള്ള ഭാഗത്തു നിന്ന് തുടങ്ങാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പ്രത്യേകതയുള്ള കണ്ണാണ്. കണ്ണ്, മൂക്ക്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ താടിയുണ്ട് സ്വാഭാവികമായിട്ടും. അതാണ് നമ്മൾ 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ണിന് നമ്മൾ ആദ്യം നമുക്ക് കണ്ണിൻ്റെ ഭാഗം ഒന്ന് വരച്ച് നോക്കാം. ചെറിയ കണ്ണാണ് അദ്ദേഹത്തിൻ്റെ, നീളമുണ്ട്, പക്ഷേ ഉണ്ട കണ്ണല്ല. ഇങ്ങനെ വരച്ച് ഉള്ളിൽ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു റിഫ്ലക്ഷൻ കാണുമല്ലോ, അത് നമ്മൾ അതേപടി ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കും. ഈ കണ്ണിൻ്റെ ഈ എൻഡ് ഭാഗത്ത് ഒരു ക്ലോസിങ് ഉണ്ടാവും. ഇവിടെ ഒരു ഉള്ളിലൊരു കൺപോള ഉണ്ടാവും. ഈ പരിണാമത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉള്ളിൽ ഉണ്ടായതെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് മത്സ്യങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ലെയർ ഉണ്ടാവില്ല, അതുപോലെ മനുഷ്യന് ഒരു എക്സ്ട്രാ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. അത് പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ശോഷിച്ചു പോയതാണെന്നൊക്കെ ഒരു വായിക്കുകയുണ്ടായി. എന്താവട്ടെ, നമ്മളത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കൺപോള അടയ്ക്കുന്നതിൻ്റെ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ മടങ്ങിയിരിക്കും, അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം അടിയിലുള്ളത്, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വരയിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം നമ്മളെപ്പോഴും ഏകദേശം കണക്ക് കൂട്ടണം. അതുപോലെ ഇതൊന്ന് അടിയിലേക്കുള്ള അകലം അത് നമ്മൾ ഏകദേശം മനസ്സിൽ കണക്കാക്കിയിട്ടാണ് വരച്ചു വിടുക. കണ്ടോ? അതിനുശേഷം ഇതിനൊരു എക്സ്ട്രാ ഒരു ലെയർ കൂടി ഉണ്ട്. ചില പ്രായം അനുസരിച്ച് ഇവിടെ ചുളിവ് കൂടുമല്ലോ, അപ്പോൾ അതാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ അളവ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൂക്കിൻ്റെ ഭാഗം ഇതിനോട് ചേർന്ന് മൂക്കിൻ്റെ ഒരു കേവ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, അത് നമ്മൾ വരച്ചു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇരുട്ടാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഷേഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മൾ ഷേഡോ അപ്ലൈ ചെയ്യുന്ന വരച്ച് പോകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ തോതിൽ ഷേഡ് അപ്ലൈ ചെയ്ത് പോയാൽ നമുക്കൊരാളുടെ മുഖച്ഛായ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വരച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. നമുക്കൊരു കോൺഫിഡൻസ് വരും, അയാളുടെ മുഖച്ഛായ വരുന്നുണ്ട് എന്നുള്ളത്. ഈ സാധനം ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ഷേഡോസ് കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ സൈഡിൽ. പിന്നെ കണ്ണിൻ്റെ മേൽഭാഗം കുറച്ച് കട്ടി കൂടുക, അതായത് കണ്ണെഴുതിയ പോലെ ഉണ്ടാവും ഒരു പൊടിക്ക്, അത് കൺപീലികളുള്ളതുകൊണ്ടാണ് ഞാൻ വരച്ചു. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിരികം മാർക്ക് ചെയ്യുക. ഈ ഒരു അകലം നമ്മൾ എപ്പോഴും മനസ്സിൽ കണ്ടിട്ട് ഇദ്ദേഹത്തിന് പിരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പുള്ള പിരികമല്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. ഇത്രയും അദ്ദേഹത്തിന് പിരികം കാണുന്നുള്ളൂ. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ 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 നൈറ്റായിട്ട് നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചെറിയ തോതിലൊന്ന് ഷെയ്ഡിങ് ഇട്ട് കൊടുക്കുക. ഇത്ര അദ്ദേഹത്തിന് പിരികുള്ളൂ. അതിനുശേഷം ഇവിടെ നെറ്റി, ഇപ്പോൾ ഈ ഭാഗം മൂക്കിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മളിങ്ങനെ കർവ് നന്നായിട്ട് ഇച്ചിരി ഷാർപ്പായിട്ട് മാർക്ക് ചെയ്യണം. അവിടെ ഇച്ചിരി കുഴി കൂടുതലാണ്, അവിടെ കുറച്ച് ഷാർപ്പായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട്. പക്ഷേ ഈ മൂക്കിൻ്റെ ഈ ഒരു നെറ്റിയിലേക്ക് കയറുന്ന ഭാഗത്ത് ചുളിവുണ്ട്, ഇച്ചിരി കട്ടിയുള്ള ചുളിവാണ്. അപ്പോൾ നമ്മളത് ഏകദേശം എവിടെയാണ് എന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. അതിന് ചെറിയൊരു ഷേഡുണ്ട്, കാരണം ഇച്ചിരി ഡെപ്ത് ഉണ്ട്, അല്ല അത് നമ്മൾ മാർക്ക് ചെയ്തു. ശേഷം ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മൂക്കിൻ്റെ എഡ്ജിങ് കഴിഞ്ഞിട്ട് എവിടെയാണ് കണ്ണിൻ്റെ ഭാഗമുള്ളതെന്നൊന്ന് മാർക്ക് ചെയ്തിട്ടു. ഉണ്ടോ? ഇതിലൊന്ന് മാർക്ക് ചെയ്ത് ഒരു ഡോട്ട് ഇട്ട് വെച്ചാൽ മതി. അവിടെ നിന്ന് ഇതിന് തുല്യമായൊരകലം നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് തുടങ്ങും കണ്ണിൻ്റെ വലിപ്പം വരയ്ക്കുമ്പോൾ. എന്നാൽ ഈ കണ്ണും തുല്യമാവുള്ളൂ. ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോഴൊക്കെ 2 കണ്ണുകളും വരയ്ക്കുമ്പോൾ പിന്നെ കണ്ണിൻ്റെ വലിപ്പം കുറഞ്ഞു പോയതായിട്ട് എനിക്ക് ശ്രദ്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഭാഗം മാർക്ക് ചെയ്തിട്ടെന്നുള്ളതാണ്. അതിനുശേഷം കുഞ്ഞി കണ്ണാണ് അദ്ദേഹത്തിൻ്റെ വരച്ച് ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് കണ്ണിലെ ഉള്ളിലെ കൃഷ്ണമണിയുടെ ഭാഗം ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്തു. കേട്ടോ? ശേഷം നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്തു. ശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു
കൺപോളയുടെ മടങ്ങി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ചു. പിന്നെ ഇവിടെ അധികം കുഴിയായിട്ട് കാണില്ലെങ്കിലും ഇവിടെ ഷേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഷേഡ് മാർക്ക് ചെയ്തു. പിന്നെ ഈ കണ്ണിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് ലെയർ ഉണ്ടാവും. അത് ഈ കണ്ണിലുണ്ടാവും. അത് ശരിക്കും കൺപീലികൾ വരുന്നതിൻ്റെ ഭാഗം അതിങ്ങനെ ഡോട്ടറായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു ഷേഡ് കാണുന്നത്, അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂക്കിൻ്റെ ഡെപ്ത്ത് അതിന് ഈ ഒരു മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു നെറ്റിയിലേക്ക് പോകുന്ന ഈ ചുളിവ് ഭാഗം നൈസായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം ഇങ്ങനെ നമ്മൾ ആ ഒരു ഷേഡോ ഭാഗം മാർക്ക് ചെയ്ത് വിടുകയാണ്. അവിടെ ഇങ്ങനെ ആ ഡെപ്ത്ത് മൂക്കിലേക്കുള്ള ഡെപ്ത്തിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു. ശേഷം ഇവിടുന്ന് ഈ കൺപോളയുടെ ഈ ഭാഗത്തുനിന്ന് പിരികം എത്ര വകലുണ്ട്, അപ്പോൾ ഏകദേശം ഇതിനോട് ലെവലാണോ എന്ന് കൂടി നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് വീതി കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ രോമം വരച്ചു കൊടുക്കുക. നൈസായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് തരും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് മൂക്കിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. ശേഷം ഈ കണ്ണിൻ്റെയും എത്ര കവർ ചെയ്താണ് ഇതിൻ്റെ മൂക്കിൻ്റെ ഇത് വരുന്നത് നോക്കുക. ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണിയിൽ നിന്നിൻ്റെ ഏറ്റവും താഴെയായിരിക്കും മൂക്കിൻ്റെ ഒരു എത്ത് വരിക. അത് ഏകദേശം കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ എൻഡ് ചെയ്യുന്നതിൻ്റെ എൻഡിലായിരിക്കും മൂക്കിൻ്റെ മറ്റേ ഭാഗം, അതായത് മൂക്കിൻ്റെ ഒരു വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, നോസിൻ്റെ ഹോള് തുടങ്ങുന്ന ഭാഗം, ഇങ്ങനെ വളഞ്ഞിരിക്കില്ല, ആ ഭാഗം ഉണ്ടോ ഇതിനോട് ചേർന്നായിരിക്കും മിക്കവാറും ഉണ്ടാവില്ലായിരുന്നു. അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഇടയാളുണ്ടല്ലോ, മൂക്ക് ഇങ്ങനെ വന്ന് ചേരുന്ന ആ ഉയർന്ന ഭാഗം, അത് ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. പിന്നെ ഈ കൺപോളയുടെ അടിയിൽ വരച്ചിരിക്കുന്ന ഈ കർവിൻ്റെ എഴുതുന്നത് എത്ര മാറിയിട്ടാണ് മൂക്കിൻ്റെ കവിള് തുടങ്ങുന്നത് നോക്കുക. മൂക്കിൻ്റെ സൈഡിൽ നിന്ന് കവിള് തുടങ്ങില്ലേ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇതെങ്ങനെയാണ് അത് മാർക്ക് ചെയ്തിട്ട് ശേഷം ഈ വളഞ്ഞ ഭാഗം നമ്മൾ വരച്ച് വെക്കും. ഇങ്ങനെ വരച്ച് വെച്ചു. ശേഷം ഈ ഭാഗം ഇതിങ്ങനെയാണ് തുടങ്ങുന്നത്. വരച്ചു, കർവ് മാർക്ക് ചെയ്തു. പിന്നെ അടിയിലേക്ക് വളഞ്ഞങ്ങ് പോകണം നമുക്ക്. അതിന് നമുക്ക് ഇച്ചിരി നീണ്ട് വളഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്തു. ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡെപ്ത് ഉണ്ട്, ഇവിടെ എൻ്റെ വരെ ഒരു ഡെപ്താണ്. അപ്പോൾ അത് നമ്മൾ അതിലെങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഇങ്ങനെ ഷെയ്ഡിങ് കൊടുത്ത് കയറി പോകുക. അപ്പോൾ അതിന് മൂക്കിൻ്റെ ഭാഗം നമ്മൾ ഷെയ്ഡിങ് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് വരച്ചു പോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂക്ക്. ശേഷം മീശ. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇത് നല്ല ഷാർപ്പായിട്ട് വരയ്ക്കാം. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ഈ മീശ ചുണ്ടിലേക്ക് എത്താൻ നോക്കുക. ഏകദേശം കണക്കാക്കി മാർക്ക് ചെയ്യുക. ഈ കർവ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്നുള്ളതും ഒന്ന് നോക്കി ജസ്റ്റ് ഒന്നൊരു വരട്ട് കൊടുക്കുക. പിന്നെ പുറത്തേക്ക് മീശ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു വായിൻ്റെ ഭാഗം കണ്ണിൻ്റെ ഇവിടെ ആയിരിക്കും വായ മിക്കവാറും ഉണ്ടാവുക. അതായത് ഈ കൃഷ്ണമണീൻ്റെ നടുക്ക് ഭാഗത്തിൻ്റെ കണക്കാക്കിയിട്ടായിരിക്കും മിക്കവാറും ആളുള്ളത് ഉണ്ടാവുക. അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ നടുക്ക് ഭാഗം കണക്കാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഈ വരകൾ മുട്ടിച്ചു കൊടുക്കുക. ശേഷം മീശ, അദ്ദേഹത്തിന് മീശ നല്ല കവറായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് മൂക്കിൻ്റെ ഇവിടുന്നേ തുടങ്ങുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്നുണ്ട്. ചിലർ ഇവിടെ ഒരു ഗ്യാപ്പ് ഇടും മീശ വെക്കും. ഇപ്പോഴത്തെ പുള്ളിൻ്റെ മീശ ആയല്ല, മൂക്കുന്നേ തുടങ്ങുന്നുണ്ട്. വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ബോർഡർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നേരെയുള്ള മീശ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ട മീശ വരയ്ക്കുന്നുള്ളൂ, ഈ ലൈൻസ് വരയ്ക്കുന്നുള്ളൂ. അപ്പോഴേ അതങ്ങനെ നേരെയുള്ള മീശയായിട്ട് തോന്നുള്ളൂ. പക്ഷേ തിക്ക് മീശ ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഫുള്ള് വരയ്ക്കും വേണം. ഇവിടെ അതിൻ്റെ പോകാൻ വെച്ചാൽ ഇരുണ്ട കാണുന്നത്, അപ്പോൾ അത് ഇരുട്ടേക്ക് തന്നെ വരയ്ക്കുക. കേട്ടോ, ഇങ്ങനെ വരച്ചിടുക. ശേഷം ചുണ്ടിനെ കവർ ചെയ്തുകൊണ്ടാണ് മീശ പോണത്. അതുകൊണ്ട് ഉള്ളിലുള്ള ഈ പല്ലിൻ്റെ ഭാഗം മാത്രമേ കാണുള്ളൂ. അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ള നേരത്തെ തോതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. പല്ല് ഫുള്ളായിട്ട് കാണുന്നില്ല, അങ്ങനെ തന്നെ എങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെ ഈ രണ്ട് പല്ലി മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ, വരയ്ക്കും. അതിനുശേഷം ഇവിടെ ഉള്ളിലൊരു സ്വാഭാവികമായിട്ട് ഇരുട്ടായിരിക്കുമല്ലോ, അത് ജസ്റ്റ് ഫില്ല് ചെയ്തു. ശേഷം ഈ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം കണക്കാക്കുന്നു. ചുണ്ടിൻ്റെ അടിച്ചുണ്ട് മാർക്ക് ചെയ്യുന്നു, ചെറിയ ചുണ്ടാണ് മാർക്ക് ചെയ്യുന്നു. ആ രോമം, താടി രോമം തുടങ്ങുന്നതിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ
ഈ എൻഡ് ഇങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുന്നു. അവിടെ കുറച്ചൊരു ഡെപ്തുള്ളതുകൊണ്ട് ഒരു ഷേഡൊക്കെ ചെറിയ ഇതിൽ ലൈൻസൊക്കെ ഇട്ട് ഇങ്ങനെ ആ ഷേഡുള്ള ഭാഗം മനസ്സിലാകുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുക്കും. ഇനി അതിൻ്റെ ഈ കവിൾ, നമ്മളിപ്പോൾ ഈ കവിൾ ഇത്രയും കവർ ചെയ്തു. ഇവിടെ നിന്ന് ഈ എൻഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഏകദേശം മാർക്ക് ചെയ്തിടുക. ഇത്രയാണ് കാണുന്നത്. ശേഷം ഈ മൂക്കിൻ്റെ എഡ്ജിൽ നിന്ന് ഇവിടെ കുറച്ച് ഉള്ളോട്ട് കയറ്റത് ഇതിൻ്റെ കണ്ടില്ലേ കവിൾ, അതും ഇതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ എവിടേക്കാണ് കവർ ചെയ്യുന്നത് നോക്കുക. ഇവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കുക. ഇങ്ങനെയാണ്. എന്നിട്ട് താടി കണ്ടോ, കവിൾ അവിടെ കിട്ടി. ശേഷം അത് കഴിഞ്ഞ് ഈ പിരികത്തിൽ നിന്നും ഈ എൻഡിലേക്ക് എത്ര ഉണ്ട് നോക്കുക, മാർക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് കണ്ണിൽ നിന്നും എത്ര ദൂരം ഇങ്ങോട്ടുണ്ട് ഏകദേശം കണക്കാക്കുക, മാർക്ക് ചെയ്യുക. ഈ മൂക്കിൻ്റെ ഇതിൽ നിന്ന് എത്ര ദൂരമുണ്ട്, ഇവിടെയാണ് കണ്ടോ, ഇവിടെ ഇങ്ങനെ രോമം കയറി നിൽക്കുന്നുണ്ട്. ആ രോമം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഈ രോമങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഇറങ്ങി കയറിയാണ് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെറ്റി നോക്കുകയാണ്. എക്സാക്റ്റ് ഈ പിരികത്തിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് നമ്മൾ ഇങ്ങനെ ഏകദേശം മാർക്ക് ചെയ്തു. ഇച്ചിരി ഉയരമുള്ള നെറ്റിയാണ്, നെറ്റി കയറിയ ആളാണ്, പ്രായമായല്ലേ, സ്വാഭാവികമായിട്ട് ആണുങ്ങളെ നെറ്റി കയറും. അത് ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഇതൊന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു പെർഫെക്റ്റ് റൗണ്ടാണ് പുള്ളിൻ്റെ തല, ഏകദേശം ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഇവിടെയും ഇവിടേക്ക് ഈ പിരികത്തു നിന്നുള്ള അകലം മാർക്ക് ചെയ്തു. ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇച്ചിരി കയറി ഇങ്ങനെ കണ്ടോ, ഇത് ഇത്രയാണ് വരുന്നത്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ രോമം തലമുടിയല്ലേ ഭാഗം കവർ ചെയ്ത് വരച്ച് പോവാം. ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് മുടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് വരച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഇതിന് ചെവിയൊന്നും കാണില്ല കേട്ടോ, താടി കാരണം. അതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ശേഷം ഈ വിടിയിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം, ഇത്രയും തലമുടി അദ്ദേഹത്തിനുണ്ട്, പ്രായമായിട്ട് നല്ല മുടിയുള്ള ആളാണ്. ഡയ്യം ചെയ്യാത്തതുകൊണ്ടുള്ള ബോറിങ്ങേ ഉള്ളൂ. പക്ഷേ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ താടി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇച്ചിരി പ്രായ ഫോട്ടോ നമ്മൾ റെഫറൻസ് എടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം കണക്കാക്കുക, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം കണക്കാക്കുക, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്പൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതാണ്, ഇവിടെ ഇച്ചിരി കയറിയിട്ട് കാണാം. ശേഷം ഈ ഭാഗം എപ്പോഴും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം എത്ര, അത് മാത്രം മനസ്സിൽ കണ്ടാൽ മതി. ശരിക്കും കണ്ണിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എത്ര, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം എത്ര, അത് കണക്കാക്കുക. വേറൊന്നും ഇങ്ങനെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതായത് ഫേഷ്യൽ ഫീച്ചേഴ്സ് കൂടുതലുള്ള ആളുകളുടെ ചിത്രം വരയ്ക്കാൻ എളുപ്പമാണ്. ആ ഫീച്ചേഴ്സ് നമുക്ക് വരച്ച് അങ്ങ് ഒപ്പിച്ചാൽ മതി. ആ സമയം ഒരു പെർഫെക്റ്റ് മുഖം, എനിക്കെല്ലാം നമുക്ക് ഒരുപോലെ ഷേപ്പ് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ചില പെർഫെക്റ്റ് മുഖങ്ങൾ നമുക്ക് വരച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇദ്ദേഹത്തിന് ഫേഷ്യൽ ഫീച്ചേഴ്സ് ജാസ്തി ഉള്ളതുകൊണ്ട് എളുപ്പം നമുക്ക് വരച്ചൊപ്പിക്കാം. എവിടെയെങ്കിലും ഇച്ചിരി തെറ്റിയാലും ഇത് ഇന്ന ആളല്ലേ എന്ന ആളുകൾ ചോദിക്കും. അങ്ങനത്തെ ആളുകൾ നമുക്ക് എളുപ്പം വരയ്ക്കാം. ഞാൻ വരയ്ക്കാൻ എടുക്കുമ്പോൾ ആദ്യം ഫേഷ്യൽ ഫീച്ചേഴ്സാണ് ശ്രദ്ധിക്കുക. അയാളുടെ മുഖത്ത് മൂക്ക് എങ്ങനെയാണ്, അയാളുടെ മുഖത്ത് എന്തെങ്കിലും പാടുകളുണ്ടോ, കണ്ണെങ്ങനെയാണ്, ചെറുതാണോ വലുതാണോ എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വരയ്ക്കുമ്പോൾ. പിന്നെ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സ് കൂടുതലൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മൾ മസ്റ്റായിട്ടും ഗ്രാഫിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. ഗ്രാഫിട്ട് വരയ്ക്കുക. പോർട്രേറ്റൊക്കെ വരയ്ക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, കുറേ ഗ്രാഫൊക്കെ ചെയ്തിട്ട് ആ മെത്തേഡിൽ വരയ്ക്കുക. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കുപ്പായം തുടങ്ങുന്നത്, അതങ്ങനെ വരച്ചു. ഇവിടെ ഇങ്ങനെ കഴുത്ത്, അതൊക്കെ പിന്നെ എളുപ്പം വരയ്ക്കാമല്ലോ, കഴുത്തധികം കാണുന്നില്ല. ഇതിന് കുപ്പായം മാത്രം അങ്ങനെ ഒരു വെള്ള കുപ്പായമാണ്, അതുകൊണ്ട് അധികം ഷെയ്ഡൊന്നുമില്ല, സിമ്പിളായിട്ട് അങ്ങ് വരച്ചിട്ട്. ഇവിടെ കുറച്ച് മുടിയുണ്ട്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കൊണ്ടുപോകുക. താടീൻ്റെ കറുത്ത ഭാഗം ഇവിടെ കൂടുതലുള്ളത്, അങ്ങനെ വരച്ചു. ബാക്കിയൊക്കെ വെള്ളയാണ്, അതുകൊണ്ട് നമ്മൾ അധികം അതിന് കൊടുത്തില്ല. ഇവിടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ചുളിവുകളുണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഈ ചുളിവുകൾ മാർക്ക് ചെയ്തു, ഇവിടെ ചുളിവ് മാർക്ക് ചെയ്തു.
മുഖം സ്വാഭാവികമായിട്ട് ഇവിടെയല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഷെയ്ഡിങ്സ് ഉണ്ട്. അത് നമ്മൾ കവിളിൻ്റെ ഡെപ്ത്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഷെയ്ഡിങ്സ് കാണിക്കും. ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഡെപ്ത് ഉണ്ട്. പ്രായം അനുസരിച്ച് ഇവിടെയൊക്കെ ചുളിവുകൾ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ. അപ്പോൾ നമ്മൾ വരച്ചതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. ഇത്ര ലെങ്ത്ത് ഇല്ല അദ്ദേഹത്തിന് മൂക്കിന്. അത് നമ്മൾ അകലം കണക്കാക്കുന്നതിലെ മിസ്റ്റേക്കാണ്. ആ അകലം കണക്കാക്കി വരയ്ക്കുമ്പോഴാണ് ഒരാളുടെ മുഖം പെർഫെക്റ്റ്. അവിടെയൊക്കെ ഷേഡ് ഉണ്ടാവും. അത് നമ്മൾ ഡെപ്ത്ത് കാണുന്നത് പെൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം കൊണ്ട് ആ ഡെപ്ത്ത് വരച്ച് കവർ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഷേഡുണ്ട്, ഷെയ്ഡിങ് ഉണ്ട്. കണ്ണിൻ്റെ അവിടെയൊക്കെ ഇതുണ്ട്. ഈ ഇതിലായിട്ട് ഈ ഡെപ്ത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് കൊടുക്കുക എന്നല്ല, വരച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പെൻസിൽ കൊണ്ടാണെങ്കിൽ അതുപോലെ ഷെയ്ഡ് കൊടുക്കുക. പെൻ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ, പെൻ കൊണ്ട് കൂടുതൽ ഡാർക്കുള്ള ഭാഗത്ത് അടുത്തടുത്ത് വരയ്ക്കണം. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ ഡാർക്കുള്ള ഭാഗമുണ്ട്, അടുത്തടുത്ത് വരച്ച് കൊടുക്കുക. ഇവിടെ കുറച്ച് ഡെപ്ത് ഉണ്ട്, ഡാർക്ക് ഉണ്ട്. ആ ഡാർക്ക്നെസ് ഉള്ളത് അടുത്തടുത്ത് വരയ്ക്കുക. ഡാർക്ക്നെസ് കുറഞ്ഞോടത്ത് ഇച്ചിരി വിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് ഷെയ്ഡിങ് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലാണ്, അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ സൈഡ് ഷെയ്ഡോ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ നേരം കൂടുതൽ മുടീൻ്റെ ഭാഗമൊക്കെ ഇച്ചിരി കറുപ്പിച്ച് വരച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പുള്ളിൻ്റെ മുടി ഭാഗം കറുത്ത കാണുന്നത് അതെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ മുടി ഏകദേശം വെള്ളയായി തുടങ്ങിയിട്ടുണ്ട്. താടി രോമങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇങ്ങനെ ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്വാഭാവിക ഡെപ്ത് ഉണ്ട്, കാരണം താടീൻ്റെ ഷെയ്ഡൊക്കെ ഇവിടെ ഉണ്ട്, അത് വരച്ച് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ ഭാഗം, വെള്ളക്കുപ്പായിൽ പ്രത്യേകിച്ചൊന്നും വരയ്ക്കാനില്ല. നൈറ്റായിട്ട് കുറച്ച് ഇവിടേക്ക് മുടി രോമൻ്റെ എക്സ്ട്രാ ഇങ്ങനെ കറുത്ത രോമം കിടപ്പുണ്ട്, അത് വരച്ച് കൊടുത്തു. വെള്ള രോമമുള്ളതുകൊണ്ട് നമ്മൾ അധികം കുത്തി വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത്. ഇത്രയും വരച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഷേപ്പ് വന്ന് വരും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ മുഖത്തെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, കൂടുതൽ ചുളിവും മടങ്ങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്, പിന്നെ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് വരയ്ക്കേണ്ട ഏരിയ, അതൊക്കെ ഒന്ന് കണക്കാക്കി വരച്ചായി. പിന്നെ ചെറിയ തോതിലുള്ള ഒരു നെറ്റിയിൽ ചെറിയ തോതിലുള്ളൊരു ചുളിവൊക്കെ വന്നിട്ടുണ്ടോ പ്രായമായതുകൊണ്ട്, അതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മുഖം എളുപ്പത്തിൽ പെൻ ഡ്രോയിങ് ചെയ്യുന്നത്, പെൻ കൊണ്ട് വരച്ചെടുക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ തുടങ്ങുന്നത് ചെറിയ കണ്ണിന്ന് തുടങ്ങുന്നു, അവിടുന്ന് ഇതിലേക്ക് കൺപോൾ അടയുന്ന രീതി, ഈ ചുളിവിലേക്ക് എത്ര അകലുണ്ട് മാർക്ക് ചെയ്യുന്നു, അവിടുന്ന് മേലേക്കുള്ളത് മാർക്ക് ചെയ്യുന്നു, മൂക്കിലേക്കുള്ളത് മാർക്ക് ചെയ്യുന്നു, മൂക്കിൽ നിന്ന് കണ്ണിലേക്കുള്ള മാർക്ക് ചെയ്യുന്നു, മൂക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു, അടയാളപ്പെടുത്തുന്നു, ഈ ടോട്ടൽ വീതി കണക്കാക്കി അടയാളപ്പെടുത്തുന്നു. ഇതൊക്കെ ഈ അടയാളപ്പെടുത്തുന്നത് തമ്മിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു മുഖം വരച്ചൊപ്പിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇപ്പോൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വരച്ച് കുറച്ച് പ്രാക്ടീസ് ആവണം, എല്ലാം ഒന്നും ഒരുപോലെ വരില്ല. നമ്മൾ ഗ്രാഫൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ റോയും കോളവും വരച്ചിട്ട് ഇതിൻ്റെ എത്ര ഇരട്ടിയാണ് വരയ്ക്കേണ്ടത് അതേ കണക്കാക്കി അതേ സ്കെയിലിൽ പിടിച്ചിട്ട് ആ റോയും കോളത്തിനുള്ളിലുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല, ഓരോ സാധനത്തിൻ്റെ പൊസിഷനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ഈ റോയും കോളമൊക്കെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടാണ് വരച്ചുവിടുക. അതായത് റോയും കോളം കാണുക എന്നുള്ള ഉപരിയായിട്ട് ഓരോന്നിൻ്റെ അകലം നമ്മൾ കണക്കാക്കുക, ഓരോന്നിലുള്ള അകലം, പിന്നെ ഒരു ഷേപ്പിന് പ്രാധാന്യം കൊടുക്കുക, ഒരു കർവ് ഇങ്ങനെ ഇവിടെ നിങ്ങൾ അകലം കണക്കാക്കുക, ഇവിടെ നിന്നുള്ള അകലം കണക്കാക്കുക, മൂക്കുന്ന മീശയിലേക്കുള്ള അകലം കണക്കാക്കുക, അത് മാർക്ക് ചെയ്യുക. അങ്ങനെ ഇതാണ് സംഭവം. ഏകദേശം ശ്രീ രവിശങ്കർ ആയല്ലോ. ഡിസംബർ 2025 ഫിനിഷ്ഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം. താങ്ക് യു.